വിൽ സ്മിത്തിൻ്റെ ഒരു പുസ്തകമാണ് പുറകിലിരിക്കുന്നത്. വിൽ എന്നാണ് അതിൻ്റെ പേര്. പറ്റിയാൽ വായിച്ചിരിക്കുന്നത് നന്നായിരിക്കും. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു തുടക്കത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അവരുടെ വീടിന് മുമ്പിൽ ഒരു വാള് പണിയണം, മതിൽ പണിയണം. അവരുടെ കുട്ടിക്കാലത്താണ്. പപ്പൻ പറയുന്നുണ്ട് നമ്മൾ മുതലോടി ഈ മതിൽ പണിയും. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, അച്ഛാ വട്ടാണോ, നമ്മളെക്കൊണ്ട് എങ്ങനെയാണ് ഈ മതിൽ പണിഞ്ഞ് തീർക്കാൻ പറ്റും? ഇത്രയും വലിയ മതിൽ എത്രയോ ദൂരമുണ്ട്. അപ്പോൾ ഈ വില്ലിനോട് അപ്പം പറയുന്നുണ്ട്, ഡാ ആദ്യം ഒരു ഇഷ്ടിക എടുത്ത് വയ്ക്കുക, അതിൽ മാത്രം ഫോക്കസ് ചെയ്യും. 1 brick at a time. വിൽ സ്മിത്ത് പറയുന്നത് എൻ്റെ ജീവിതം മുഴുവൻ അതായിരുന്നു, 1 brick at a time. അങ്ങനെ ഇവർ പണിയാൻ തുടങ്ങുന്നു. ഓരോ ബ്രിക്ക് എടുത്ത് വെക്കുമ്പോൾ ഇവർ ആലോചിക്കുന്നത്, എന്ന് ഈ മതിലൊക്കെ നമ്മളെ കൊണ്ട് പണിഞ്ഞ് തീർക്കാനാണോ? ഇതിപ്പോൾ മഴ പെയ്താൽ എന്ത് സംഭവിക്കും? ഒലിച്ചു പോകും. മാസങ്ങൾക്ക് ശേഷം അവരിങ്ങനെ നോക്കണമായിരുന്നു. അവസാനത്തെ ആ ബ്രിക്ക് എടുത്ത് വെക്കുമ്പോൾ അവരിങ്ങനെ മാറി നോക്കുക, അതേ മതിൽ റെഡിയായി. കാരണം ആ മതിൽ റെഡിയാവാൻ കാരണം മാസങ്ങൾ കടന്നുപോയി. പക്ഷെ ഞാൻ ഓരോ ബ്രിക്കിലും ഫോക്കസ് ചെയ്ത് വെച്ചതുകൊണ്ട് ഒരു കഷ്ടപ്പാട്, ഇതെന്തായിത്തീരും, എന്നാണ് ഈ മതിൽ പണിയാ? ഇല്ല, എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇപ്പം നിങ്ങൾ ഈ ദുരന്തത്തിലൂടെ കടന്നു പോകുമ്പോൾ, വലിയൊരു സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഒരു വെട്ടവും കാണാണ്ട് പോകുമ്പോൾ ഇപ്പം എന്താ ചെയ്യാൻ പറ്റാതെ അങ്ങോട്ട് ചെയ്യും. 5 അവിടെ പരീക്ഷയ്ക്ക് അറ്റംപ്റ്റ് ചെയ്തു, ഒന്നുകൂടി പ്രിപ്പയർ ചെയ്യാൻ നോക്കി. ഇന്നത്തെ പ്രിപ്പറേഷൻ നോക്കി. നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങി, സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല, എന്താണ് ഇങ്ങനെ അറിയില്ല, എന്നെനിക്ക് 1 million അടിക്കും. ഇന്നത്തെ വീഡിയോ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യും. നമ്മുടെ പ്രാഞ്ചേട്ടൻ സിനിമയിലെ വിശുദ്ധനുണ്ടല്ലോ, സെയിൻറ്റ് ഫ്രാൻസിസ്, അദ്ദേഹത്തെക്കുറിച്ച് നിക്കോസ് കസന്തസാക്കിസ് എഴുതിയിട്ടുള്ള പുസ്തകമുണ്ട്. അപ്പോൾ അതിൽ ഈ വിശുദ്ധ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു സെൻറ്റൻസ് ഇതാണ്: നരകത്തിൽ ചവിട്ടി നിന്നാണ് ഞാൻ സ്വർഗത്തിലേക്ക് കുതിച്ചത്. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേസ്റ്റായ സന്ദർഭം കടന്നു പോയിപ്പോൾ അവിടെ നിന്ന് ചവിട്ടി ഒറ്റ ആയാലായിരുന്നു ഒരു പക്ഷേ ഞാൻ സ്വർഗത്തിലേക്ക് എത്തി. സ്വർഗം എന്ന് പറയുന്നത് ആ സ്വർഗമല്ല, കുറെ കൂടി ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആവാൻ കാരണം ഞാൻ കടന്നുപോയ സ്ട്രഗിളുകളാണ്. നമ്മളെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ദുരന്തങ്ങളെ കാണുന്നുള്ള, ദുരന്തമാണോ അതൊരു ചലഞ്ചാണോ എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം. ഇടശ്ശേരിയുടെ കവിത പോലെ, ഇടയ്ക്ക് കണ്ണീരുപ്പ് പുരട്ടാതെന്തിന് ജീവിത പലഹാരം, ജീവിതമാകുന്ന പലഹാരത്തിന് സ്വാദുണ്ടാകുന്ന ഇടയ്ക്ക് കണ്ണീര് വരുമ്പോഴാണ്. ഞാനും നിങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകുന്ന കണ്ണീരുകളിൽ ഇത്രമാത്രം ചിന്തിച്ചാൽ മതി. നാളെ ഇതിനെ നമ്മൾ ഫൈറ്റ് ചെയ്ത് സ്ട്രഗിൾ, ഈ ചലഞ്ചിനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരുപാട് മനുഷ്യരെ സ്വാധീനിക്കാനുള്ളൊരു കഥയായി നിങ്ങൾ മാറിയേക്കാം. ഈ ഒരുപാട് എന്ന് പറയുന്നത് നിങ്ങൾ സിനിമയാവണമെന്നോ ബുക്കാവണമെന്നോ ചിന്തിക്കേണ്ട. നാളെ നമ്മുടെ മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, അയൽവക്കക്കാർക്ക്, ബന്ധുക്കൾക്ക്, അല്ലെങ്കിൽ നമുക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഐ മേഡ് ഇറ്റ്.